കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഏയ് നാഗദേവതേ, നിനക്ക് മാത്രമേ ശക്തിയുള്ളൂ നീ വിചാരിച്ചു അല്ലേ? എന്നെ കൊന്നുകളയുമെന്ന് നീ വീരവാദമൊക്കെ മുഴക്കുന്നത് കേട്ടല്ലോ. എന്നിട്ട് ഇപ്പൊ നീ തറയി കിടക്കുന്നല്ലോ. എന്നെ എതിർത്ത് നിൽക്കാനുള്ള ശക്തിയൊന്നും നിനക്കായിട്ടില്ല. ഞാൻ പഴയ കാർക്കോടകനല്ല, അതിബലശാലിയായ കാർക്കോടകനാണിപ്പോൾ ഞാൻ. നിനക്കിപ്പോ എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ താലി കൊണ്ടുപോയി കൊടുത്ത് അർജുന്റെയും ഭവാനിയുടെയും കല്യാണം നടത്താമെന്ന് വിചാരിച്ചില്ലേ നീ? ഇപ്പൊ നടക്കാൻ പോകുന്നത് കല്യാണമല്ല, മരണം. ആ കല്യാണം മുടക്കി അർജുനെ ഞാൻ കൊല്ലാൻ പോവുകയാ. ഈ താലി കൊണ്ടുപോയി കൊടുത്തില്ലെങ്കിൽ നീ സ്വയം എരിഞ്ഞടങ്ങുമെന്ന് പറഞ്ഞ് വീരവാദം മുഴക്കിയതല്ലേ? അതുകൊണ്ടാ നിന്നെ ഇങ്ങനെ കൊല്ലാതെ ഞാൻ വിട്ടിട്ട് പോകുന്നത്. എല്ലാരും വന്നോ? നമുക്ക് ഇതെല്ലാം കൊണ്ട് അവിടെ വെക്കാം. വാ.
കൊച്ചുമോൻ അർജുനും എൻ്റെ കൊച്ചുമോൾ ഭവാനിക്കും കല്യാണം നടത്തി തരാമെന്ന് അവിടുന്ന് എനിക്ക് വാക്ക് തന്നതാണ്. ഇന്നിവരുടെ കല്യാണമാണ്. അവിടുന്ന് കല്യാണം നടത്തി തരുമെന്ന വിശ്വാസം കൊണ്ടാ അവിടുത്തെ മുന്നിൽ ആശീർവാദത്തിനായി വന്നത്. ഇവരെ അനുഗ്രഹിക്കമ്മേ. എന്റെ എല്ലാ പ്രതീക്ഷയും എന്റെ മകനിലാണ്. അവന്റെ ജീവൻ നീ എടുക്കില്ല എന്ന് എനിക്ക് വാക്ക് തന്നതാണ് നാഗദേവതേ. നീ തന്ന വാക്കനുസരിച്ച് എന്റെ മകനും മരുമകളും ഒരു 100 വർഷം സന്തോഷമായിട്ട് ഒരിക്കലും പിരിയാതെ ജീവിക്കണം. എന്റെ അനുജിത്തി എന്ന് പറഞ്ഞ എനിക്ക് ജീവനാ. ഞാൻ തന്നെ എന്റെ അനുജിത്തിയെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നു ഓർക്കുമ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. എന്റെ ജീവിതകാലം മുഴുവൻ സന്തോഷിക്കാൻ ഇത് മതി. ഈ കല്യാണം നന്നായി നടത്തി തരണം അമ്മേ. അമ്മ ഞങ്ങൾക്ക് വിവാഹം നടത്തി തരാന്ന് വാക്ക് നൽകിയതുകൊണ്ടാണ് ഞാൻ ധൈര്യമായി വിവാഹ മണ്ഡപത്തിലേക്ക് കയറാൻ പോകുന്നത്. അമ്മ ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടായാൽ മാത്രം മതി. എന്റെ മനസ്സ് നിറയാൻ അത് മതി അമ്മേ. എല്ലാം നന്നായി നടക്കണേ. എന്റെ ജാതകമനുസരിച്ച് കല്യാണം നടന്നു കഴിഞ്ഞാൽ ഞാൻ മരണപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എത്ര പറഞ്ഞിട്ടും ഭവാനി അത് കേട്ടില്ല. എന്റെ ജാതകദോഷം ഭവാനിക്കൊരു ശാപമായി മാറി അവൾക്ക് യാതൊരു വിധത്തിലുള്ള അപകടവും ഉണ്ടാക്കല്ലേ അമ്മേ. എന്നെ സുമംഗലിയായിരിക്കാൻ അനുഗ്രഹിച്ചതുപോലെ തന്നെ ഈ കല്യാണം നടത്തിക്കൊടുത്ത് എന്റെ ഭവാനിയെയും അർജുനെയും ദീർഘായുസോടെ അനുഗ്രഹിക്കണേ അമ്മേ. എന്റെ അനിയനും ഭവാനിയും തമ്മിലുള്ള കല്യാണത്തെ നിങ്ങൾക്ക് തടയാനാവില്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു കാണുമെന്ന് ഞാൻ കരുതുന്നു. കല്യാണം നടക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിലായിരിക്കും. ഈ വീരഭദ്രനെ നീ ഒരുപാടങ്ങ് കുറച്ച് കണ്ടു. ഈ കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതൊക്കെ നിങ്ങളുടെ തോന്നല. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ കല്യാണം നടത്താൻ പോകുന്നതേ ഞാനല്ല, കാർക്കോടകന. നിങ്ങൾക്ക് വിവാഹത്താലി കൊണ്ടുതരാന്ന് പറഞ്ഞ് പോയതല്ലേ ആ നാഗമാതാവ്. അവരിപ്പോ ആ കാർക്കോടകന്റെ നടിയും വാങ്ങിച്ച് അവിടെ കാണാൻ കിടപ്പുണ്ടാവും. ആ കാർക്കോടകൻ നിന്റെ അനിയനെ കൊല്ലാൻ ഇപ്പൊ ഇങ്ങെത്തും. മഹാദേവ, എന്റെ മകന്റെ കല്യാണം നിന്റെ സന്നിധിയിൽ വെച്ച് നടക്കാൻ പോവാ. അവരൊരുപാട് നാൾ സന്തോഷമായിട്ട് ജീവിക്കണം, ഒരുമയോടെ ജീവിക്കണം. അതിനുവേണ്ടി നീ ആശീർവാദം തന്നാലും. എന്റെ വംശത്തിലുള്ള എല്ലാവരും അമ്മയെ തന്നെ തലമുറ തലമുറയായി പ്രാർത്ഥിച്ചു.
ഉറപ്പായും നടന്നേ മതിയാകൂ. അമ്മേ, മുഹൂർത്തത്തിന് നേരമായി. വേഗം ഇങ്ങോട്ട് വന്നിരിക്കുക. ആ തിരുമേനി, എല്ലാം എത്തിയില്ലേ? ഇനി എന്തെങ്കിലും വേണോ? ഏതാ മോളെ നീ? എല്ലാ കാര്യങ്ങളിലും നല്ല ഉത്സാഹമാണല്ലോ. ഞാൻ ചെക്കൻ വീട്ടുകാരിയാ തിരുമേനി, അർജുന്റെ ഫ്രണ്ടാ. ആ പുഷ്പങ്ങൾ ഇവിടെ വെക്കുക. അത് കഴിഞ്ഞു പോയി മറ്റുള്ള കാര്യങ്ങൾ നോക്കോ. പോയിട്ട് വരട്ടെ സുമജി. ഓം നമഃ ശിവായ. ഗുരുജി, അർജുന്റെയും ഭവാനിയുടെയും കല്യാണം മുടക്കുമെന്ന് ആ മായ അന്ന് സത്യം ചെയ്തതാ. അവള് കാരണം എന്റെ അനിയത്തിയുടെ കല്യാണത്തിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാവോ? ഉണ്ടായിരിക്കും. ഞാൻ വിവാഹം കഴിക്കാനിരുന്ന എന്റെ അർജുനെ മറ്റൊരുവൾ സ്വന്തമാക്കാൻ പോകുന്നെന്നോ? നിങ്ങൾക്ക് എന്നെ കുഴിച്ചിടാനേ സാധിക്കൂ, എന്നെ വധിക്കാൻ സാധിക്കില്ല. ആ കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചുട്ടയിലെ ശീലം ചുടലവരെ എന്ന് പറയുന്നത് വളരെ ശരിയായ കാര്യമാണ്. നീ ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും നിന്നെ കൊണ്ട് ഈ കല്യാണം മുടക്കാൻ കഴിയുകയേയില്ല. ഗുരുജി പറയൂ, ആ മായ കാരണം എന്റെ അനുജിത്തിയുടെ കല്യാണത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ? ആ മായയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ധൈര്യമായിരിക്കൂ. പോയി കല്യാണ ഒരുക്കങ്ങളൊക്കെ നടത്തൂ. ചെല്ലൂ. വളരെ നന്ദിയുണ്ട് ഗുരു. ഓം നമഃ ശിവായ. ചെല്ലൂ. അന്നപൂർണമ്മേ, നിങ്ങളുടെ പാരമ്പര്യം അനുസരിച്ചാണെങ്കിൽ ഈ വിവാഹം നടക്കുന്നതിന് മുമ്പ് ആ നാഗദേവതയ്ക്ക് പൂജ ചെയ്യണം. ജാതകപ്രകാരം നാഗദോഷം ഉള്ളതുകൊണ്ട് വധൂവരന്മാരുടെ പേരിൽ താമര ഇതൾ കൊണ്ട് നാഗദോഷ പൂജ ചെയ്യണം. പൂജ കഴിഞ്ഞ ഉടനെ നമുക്ക് ഇവരുടെ വിവാഹത്തിന് ചടങ്ങുകൾ തുടങ്ങാം. തിരുമേനി, ഈ പൂജയുടെ കാര്യം നേരത്തെ എന്നോട് പറഞ്ഞതല്ലേ? അതുകൊണ്ട് രാവിലെ തന്നെ താമരപ്പൂവൊക്കെ കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നാൽ മാത്രം പോരാ, കൃത്യം 108 താമരപ്പൂ കൊണ്ട് പൂജ ചെയ്യണം. കണക്കിൽ ഒരെണ്ണം കുറഞ്ഞു പോയാലും അതിന് ഫലം ഉണ്ടാവില്ല. അതുവരെ നമ്മൾ ചെയ്ത പൂജയെല്ലാം വെറുതെ ആവും. വിവാഹത്തിന് ദോഷം വരാനും സാധ്യതയുണ്ട്. തിരുമേനി, 108 താമരപ്പൂ റെഡിയായിരിക്കുകയാണ്. ടെൻഷൻ അടിക്കണ്ട. എന്നാ ശരി. തിരുമേനി, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? എല്ലാം ഇവിടെ തന്നെ ഉണ്ട്, ഒന്നും ആവശ്യമില്ല. ദാ തിരുമേനി, എല്ലാം ഇതിലുണ്ടോന്ന് ഒന്നും കൂടി ഒന്ന് നോക്കിക്കോ. ഞാൻ നോക്കുമ്പോ നിന്നെ കല്യാണപ്പെണ്ണായിട്ടല്ല തോന്നുന്നത്, സാക്ഷാൽ മഹാലക്ഷ്മി പോലെയാ തോന്നുന്നത്.
കാണാൻ ശരിക്കും ശ്രീ മഹാലക്ഷ്മി പോലെയാണെങ്കിലും നീ എന്റെ വീട്ടിലെ മഹാലക്ഷ്മിയാണെന്ന് മറക്കരുത്. നൂറ്റിമൂന്ന്. ഞാൻ 108 താമരപ്പ് വേണമെന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ? എന്നിട്ട് 103 ഉള്ളല്ലോ. എന്താ പറയുന്നത് തിരുമേനി? 108 താമരപ്പൂല്ലേ കൊണ്ടുവന്നത്? ഞാൻ ശരിക്കും എണ്ണയല്ലേ കൊണ്ടുവന്നത്? പിന്നെ എങ്ങനെ എണ്ണം കുറഞ്ഞത്? ഇല്ല മോനെ, 103 ഉള്ളൂ. സംശയം ഉണ്ടെങ്കിൽ നീ വന്നെണ്ണി നോക്കുക. എന്താ ഇത്? 103 താമരപ്പൂ ഉള്ളല്ലോ. ബാക്കി 5 എവിടെ പോയി? പൂജയ്ക്ക് നിർബന്ധമായ 108 താമരപ്പ് വേണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. അതിലൊരു പൂവിന്റെയെങ്കിലും എണ്ണം കുറഞ്ഞാൽ അത് കല്യാണത്തിന് ദോഷം ചെയ്യുമെന്നും അതവരുടെ കുടുംബ ജീവിതത്തെ ബാധിക്കുമെന്നും ഞാൻ പറഞ്ഞതല്ലേ മോനെ. ദൃഷ്ടിദോഷം അടക്കമുള്ള ദോഷങ്ങളെല്ലാം ഒഴിയണമെങ്കിൽ വിവാഹത്തിന് മുൻപായി നടന്നു വരുന്ന ഈ പൂജ തീർച്ചയായും നടന്നേ പറ്റൂ. പൂജ ചെയ്യുന്നത് ദോഷം മാറാനല്ലേ തിരുമേനി? ശരിയാണ് മോളെ. പക്ഷെ ശരിയായ രീതി പൂജ ചെയ്തില്ലെങ്കിൽ ഫലമുണ്ടാവില്ല. ഇത് നമ്മുടെ അർജുന്റെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ്. പൂജയെല്ലാം മുറപ്രകാരം ചെയ്തില്ലെങ്കിൽ അതിന് ഫലമില്ല. തിരുമേനി, വരുന്ന വഴിയിൽ ഒരു താമരക്കുളമുണ്ട്. ഞാൻ പോയി പറിച്ചിട്ട് വരാം. നീ മണ്ഡപത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി പുറത്തിറങ്ങാൻ സാധിക്കില്ല. തിരുമേനി, അങ്ങ് പൂജ തുടങ്ങിക്കോളൂ. ഞാൻ പൂ ഉടനെ കൊണ്ടുതരാം. പൂജ കഴിഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നതെങ്കിൽ പിന്നെ ഒരു പ്രയോജനം ഉണ്ടാവില്ല. തിരുമേനി, പൂജ കഴിയുന്നതിന് മുന്നേ ഞാൻ കൊണ്ടുവരാം. അതുപോലെ മുത്തശ്ശി, ഞാൻ പോയിട്ട് വരാം. അതെ, അവനെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ കല്യാണം മുടങ്ങുമായിരിക്കും അല്ലേ? അവൻ കൊണ്ടുവന്നാലും ഈ കല്യാണം മുടങ്ങുക തന്നെ ചെയ്യും. അതാ വരേണ്ടവൻ വന്നുകൊണ്ടേയിരിക്കും. അവൻ ചെയ്യാനുള്ള ജോലി ചെയ്യുക തന്നെ ചെയ്യും. ഇനി കുറച്ച് സമയം കഴിയുമ്പോ കല്യാണ വീട്ടിൽ നാസുര ശബ്ദത്തിന് പകരം നിലവിളി കേൾക്കാൻ പോവാ. നീ കണ്ടോ? വിവാഹത്തിന്റെ മുഹൂർത്തം ആകുന്നതിന് മുൻപ് ഈ പൂജ കഴിഞ്ഞിരിക്കണം. ഈ കൊണ്ടുവന്ന താമരപ്പൂവ് നാഗദേവിക്ക് മുമ്പിൽ സമർപ്പിക്കുക.
നിങ്ങൾ എന്നോട് ചെയ്തത് അന്യായമാണ് ഗുരുജി. അവരെനിക്ക് തന്ന വാക്ക് തെറ്റിച്ച് ഇപ്പൊ ഭവാനിയുമായിട്ടുള്ള വിവാഹം നടത്താൻ പോവുകയാണ്. എന്റെ അർജുനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നിനക്ക് പുറത്തു വരാൻ കഴിയില്ല. ആ കല്യാണ സ്ഥലത്തെത്താൻ കഴിയില്ല. ഇവിടെ ഒരു വലിയ ആപത്ത് സംഭവിക്കാൻ പോകുന്നു. ഈ കാർക്കോടക ഇത് എവിടെ പോയി കിടക്കുന്നു? ഇനിയും വന്നില്ലല്ലോ. എന്ത് ചെയ്യാ ഗുരുജി? ഒരു ദുഷ്ടശക്തിയും ഇതിനകത്ത് പ്രവേശിക്കാത്ത രീതിയിൽ തീർത്ഥം തളിച്ച് സുരക്ഷിതമാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കാർക്കോടകം ഇവിടെ എങ്ങനെയും വന്നാലും അവനകത്ത് കയറാൻ പറ്റില്ലല്ലോ.